ഈ ഉണക്കമീന് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ, അത് വേറെ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റത്തിന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാട്ടോ. എന്നാ നാറ്റമാണെങ്കിലും അത് കഴിക്കാൻ എന്നാ ഒരു ടേസ്റ്റാ. ഉണക്കമീൻ വെച്ച് ഇങ്ങനൊരു പഴയകാല കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? അതിനായി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കഴുകി വൃത്തിയാക്കിയെടുത്ത 5-6 കഷ്ണം ഉണക്കമീൻ ഇട്ട് കൊടുക്കാം. ഉണക്ക സ്രാവാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി 2 മീഡിയം വലിപ്പത്തിലുള്ള വാഴയ്ക്ക തൊലി കഴുകി ചീകി ചെറു കഷ്ണങ്ങളാക്കി നീളത്തിൽ അരിഞ്ഞെടുത്തത്, 8-10 ചെറിയുള്ളി ചെറു കഷ്ണങ്ങളാക്കി നീളത്തിൽ അരിഞ്ഞത്, എരിവിനാവശ്യത്തിന് പച്ചമുളക്, ഒരു പിടി കറിവേപ്പില, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1.5 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് 2 കഷ്ണം കുടംപുളിയും ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിക്കാൻ വെക്കാം. ആ സമയം കൊണ്ട് അരപ്പിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചിരവിയ തേങ്ങ, 2 ചെറിയുള്ളി, 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് തരയില്ലാതെ ഇതുപോലെ അരച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമ്മുടെ വാഴയ്ക്കയും ഉണക്കമീനും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങാ മിക്സും ഒഴിച്ചു കൊടുത്ത് മിക്സിയുടെ ജാറ് കഴുകി 1 ഗ്ലാസ് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറുതായുന്നത് ഇതുപോലെ തിളച്ച് വരുന്നു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഇനി താളിപ്പിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഈ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ കടുക്, 2-3 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇനി ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതുപോലൊരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ തീ ഓഫ് ചെയ്ത് താളിച്ചൊഴിച്ച് കഴിഞ്ഞാൽ പഴയകാല രുചികളിൽ ഉണക്കമീൻ വാഴയ്ക്ക തേങ്ങ അരച്ച കറി റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇത്തരം ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.